LKG പഠിക്കുന്ന കുട്ടിയുണ്ടെങ്കിൽ അവനോടുള്ള ബിഹേവിയർ വേറെ അല്ലെങ്കിൽ അവളോടുള്ള ബിഹേവിയർ വേറെ രീതിയാണ്. എല്ലാ കുട്ടികളെയും നമ്മൾ ജസ്റ്റിസോടുകൂടി നീതിയോടുകൂടി കാണും. പക്ഷേ വ്യത്യസ്തമായ കുട്ടികൾക്ക് വ്യത്യസ്ത നീതികളാണ്. ഒരു ചെറിയ കുട്ടിയിൽ 3 വയസ്സുകാരനായ കുട്ടി ചെറുതായി കല്ലെടുത്തെറിഞ്ഞ് ജനവാദിൽ പൊട്ടിപ്പോയാൽ അവനോടുള്ള നീതി വേറൊന്നാണ്. കാരണം അവൻ ആ കുഞ്ഞുനാളിൽ എറിയും അത് പൊട്ടും, അവനെ അടിക്കാനൊന്നും പാടില്ല. 3 വയസ്സുകാരൻ. പക്ഷേ ഒരു 18 വയസ്സുകാരൻ എറിഞ്ഞിട്ട് അത് പൊട്ടിക്കുന്നുവെങ്കിൽ അതിൻ്റെ വൃത്തം വേറെയാണ്. സംഭവം രണ്ടാളും ചെയ്ത് തോന്നുന്നത്. അപ്പോൾ ഓരോ പ്രായത്തിൽ എങ്ങനെയൊക്കെ ചെയ്യണം, ഏതൊക്കെ രീതിയിൽ ചെയ്യണമെന്ന് കൃത്യമായിട്ട് അറിയുന്ന ഒരു രീതിശാസ്ത്രം, അതിൻ്റെ പേരാണ് പാരൻറ്റിങ്. പാരൻറ്റിങ് ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട മൗലാന സൂചിപ്പിച്ചു. പാരൻറ്റിന് പ്രത്യേകിച്ചൊരു കോഴ്സില്ല, നമ്മുടെ നാട്ടിലില്ല എന്നത് ശരിയാണ്. പക്ഷേ പുറത്തുള്ള പാരൻസിന് കോഴ്സുകൾ ബോംബെയിൽ സിംഗപ്പൂർ ഇൻ്റർനാഷണൽ സ്കൂൾ എന്ന് പറയുന്ന സ്കൂൾ, ഞാൻ ഏകദേശം 15 വർഷം മുമ്പ് അവിടെ ഒരു പ്രോഗ്രാമിൽ പോയി. ഇതിൻ്റെ ഒരു ശബ്ദം എന്ന് പറയുന്നത് എനിക്കത് ഫീൽ ചെയ്യുന്നു, നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ അതിന് പോയ സമയത്ത് അവർ 1 ഇയർ പാരൻറ്റിങ് കോഴ്സാണ് കൊടുക്കുന്നത്. പാരൻസിന് കോഴ്സ് കൊടുക്കാതെ കുട്ടികളെ ഒരിക്കലും ശരിയാകില്ല. അതെല്ലാം അങ്ങനെയെന്ന് ചോദിക്കും. നമ്മൾ വിചാരം പാരൻറ്റിങ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് പോലെ പോകുന്നതല്ല, പ്രസംഗം പോലെ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. വേണമെങ്കിൽ ലാസ്റ്റ് കുറച്ച് സമയം പ്രസംഗിച്ച് ശേഷം വേറെ ക്ലാസ് പോലെ പോകുന്നുണ്ട്. അതാണ്. അപ്പോൾ ഒന്നാമത് പാരൻറ്റിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ എല്ലാ ഭാഗങ്ങളും ഒരേപോലെ ശ്രദ്ധിച്ചു കൊണ്ടുപോകരുത്. ഇപ്പം സ്കൂളിൽ അധികൃതർ ഇവിടെ പ്രിൻസിപ്പളാണ് നമ്മൾ ആമുഖം പറഞ്ഞത്. ഇൻട്രോ കംപ്ലീറ്റ് പ്രിൻസിപ്പൽ സാർ തന്നെയാണ്. അദ്ദേഹം യുകെയിലൊക്കെ പഠിച്ചതാണ്. മാഷാണ് നമ്മളതൊക്കെ ചോദിച്ചു തുടങ്ങി. എൻ്റെ സുഹൃത്തു കൂടിയാണ്, ഞാൻ കൂടുതൽ കണ്ടിട്ടില്ല എന്ന് മാത്രം. ഏതായാലും ശരി, ഇവിടെ മൗലാന കുറേ മുമ്പുള്ള പരിചയമാണ്. ബാക്കിയുള്ളവരൊക്കെ കുറേ സാധനങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഇമാമായി വന്ന ആളാണ്. അവിടെ ഒരുപാട് പരിചയങ്ങൾ അതേപോലെ തന്നെ അപ്പുറത്തിരിക്കുന്ന സ്ഥലത്ത്. ഞാൻ പറഞ്ഞു വരുന്നത്, സ്കൂളുകാർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കുറേ പ്രയാസങ്ങളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിങ്ങനെ എന്നെക്കുറിച്ച് പറയില്ല, എന്നാലും പറയാം. ഞാൻ സ്ഥാപനം നടത്തുന്ന ആളാണ്. അതുകൊണ്ട് നടത്തുന്നവരുടെ വേദനകൾ എനിക്കറിയാം. ഞാനൊരു അധ്യാപകനാണ്, അതുകൊണ്ട് അധ്യാപകൻ്റെ വേദനകൾ എനിക്കറിയാം. ഞാനൊരു പാരൻ്റാണ്, അതുകൊണ്ട് പാരൻസിൻ്റെ വേദനയും എനിക്കറിയാം. പിന്നെ ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പഠിത്തം ഒരു മാസം പൂർത്തിയായിട്ടേ ഉള്ളൂ. അതുകൊണ്ടൊരു വിദ്യാർത്ഥിയുടെ സങ്കടം എനിക്കറിയാം. ഇത് 4 കൂടി മിക്സ്ഡാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ വേദനയും ഇതേപോലെ തന്നെ രക്ഷിതാക്കളുടെ വേദനയും അധ്യാപകരുടെ വേദനയും ഇത് നടത്തിക്കൊണ്ട്